നമ്മളോടൊപ്പം ഇപ്പോൾ ജർമ്മനിയിൽ നിന്നും സിസ്റ്റർ മോളി വർഗീസ് സിസ്റ്റർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സിസ്റ്ററെ, മഴക്കാലമായിരുന്നപ്പോൾ ഇപ്പോൾ ജർമ്മനിയിലും ബ്രിട്ടനിലും സ്പെയിൻ അടക്കമുള്ള ആ പ്രദേശങ്ങളിലെല്ലാം വലിയ വെള്ളപ്പൊക്കമായിരുന്നു. ഇപ്പോൾ ചൂടുകാലമായപ്പോൾ ആളുകൾ ചൂടുകൊണ്ട് മരിക്കുന്ന സാഹചര്യമാണ്. എത്രത്തോളം തീവ്രമാണ് അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ? തീർച്ചയായിട്ടും ഇവിടുത്തെ ഇപ്പോഴത്തെ ചൂട് നമുക്ക് സഹിക്കാവുന്നതിലും ഇതാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോ ഇവിടെ ജോലി ചെയ്യുന്നത് ഒരു ഓൾഡ് ഏജ് ഹോമിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടുത്തെ ചൂട് സഹിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും വലിയൊരു ചൂട് അവര് അനുഭവിക്കുന്നത്. അവരെപ്പോഴും ഞങ്ങളോട് പറയുന്നത് നിങ്ങളുടെ നാട്ടിലെ ചൂടാണല്ലോ ഇപ്പോ എന്നാണ്. തീർച്ചയായിട്ടും ഇവർക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അവരത് ഇത്രയും കാലം അനുഭവിക്കാത്തത് കൊണ്ട് അവർക്കത് വളരെ അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ സ്വാഭാവികമായിട്ടും നൈറ്റില് ഇച്ചിരി തണുത്ത കാറ്റൊക്കെ വരുമ്പോൾ ജനലൊക്കെ തുറന്നിട്ട് മാക്സിമം വീട് കെട്ടിടത്തിന്റെ അകം തണുപ്പിക്കാനായിട്ട് നോക്കും. കഴിഞ്ഞ് രാവിലെ സൂര്യപ്രകാശം വന്ന് ചൂടാകുന്നതിന് മുമ്പ് എല്ലാ ജനലുകളും മാക്സിമം നമ്മുടെ ചില്ലിക്കൂടെ കയറാൻ സാധ്യതയുള്ള എല്ലാ ജനലുകളും നമ്മൾ അടച്ച് നമ്മൾ കയറ്റിയിരിക്കുന്ന ആ തണുപ്പിനെ നമ്മുടെ കെട്ടിടത്തിൽ എങ്ങനെയെങ്കിലും നിലനിർത്താനായിട്ട് നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്. അതൊരു പരിധിവരെ നമ്മുടെ പേഷ്യൻസിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ റൂമുകളിലൊന്നും ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പോലെ ഫാനും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇവിടെ പെട്ടെന്നുള്ള ഒരു പ്രതിഭാസമായിട്ടാണ് തോന്നുന്നത്. കാരണം എല്ലാ വർഷങ്ങളും കാര്യം വേനൽക്കാലം ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്ര തീവ്രമായ ഒരു ചൂട് ഈ വർഷം ആദ്യമായിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പേഷ്യൻസിന്റെ റൂമുകളിലൊന്നും നമുക്ക് ഫാനും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കോമൺ ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവർ ഒരുമിച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ മാക്സിമം കുറച്ച് കൂടുതൽ ഫാനുകളും കാര്യങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അതും അവർക്കൊരു അല്പം ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൂടുതൽ ചൂടുള്ള സമയങ്ങളിൽ ഐസ്ക്രീം അതുപോലെ ഐസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ പറ്റുന്ന എല്ലാവിധ ഭക്ഷണ സാധനങ്ങൾ മാക്സിമം തണുപ്പുള്ള യോക്കോട്ട് പുഡിംഗ് അങ്ങനെയുള്ള തണുപ്പുള്ള ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ മാക്സിമം അതുപോലെ തന്നെ രാവിലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ നിറച്ചും വെള്ളം വെക്കും. കാരണം എല്ലാ പേഷ്യൻസിനും തണുത്ത വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തണുത്ത വെള്ളം അതുപോലെ തണുത്ത ടീ അങ്ങനെയുള്ള ഇതൊക്കെ കൊടുത്ത് മാക്സിമം അവർക്ക് ഏറ്റവും കൂടുതൽ ജലാംശം അവരുടെ ശരീരത്തിൽ ഓൾഡ് ഏജ് ഹോമിലുള്ള പേഷ്യൻസിനെ മാക്സിമം ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ട എല്ലാവിധ നടപടികളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയൊക്കെയാണ് ഇപ്പൊ ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സിസ്റ്റർ, മറ്റൊരു സംശയം, ഈ മെഡിക്കൽ രംഗം എങ്ങനെയാണ് യൂറോപ്പിൽ, പ്രത്യേകിച്ച് ജർമ്മനിയിലൊക്കെ ഒരു മെഡിക്കൽ രംഗത്തിലെ ഒരു എങ്ങനെയാണ് അതിന്റെ ഒരു സംവിധാനങ്ങളൊക്കെ? കാരണം പെട്ടെന്നൊരു ക്രൈസിസ് ഉണ്ടാകുന്നു, ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാതെ വരുന്നു. 2000-ലധികം മരണം ഉണ്ട് എന്നാണ് യൂറോപ്പിൽ മൊത്തം 2000-ലധികം മരണമുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ ഈ മെഡിക്കൽ രംഗത്തെ ഒരു പോരായ്മ അതിൽ ദൃശ്യമാകുന്നുണ്ടോ? ഇല്ല, ഇവിടെ ചൂടിന്റെ കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് അപ്പാപ്പ നിർദ്ദേശങ്ങൾ കിട്ടും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാനിവിടെ പറഞ്ഞല്ലോ, ഞാനൊരു ഓൾഡ് ഏജ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ നമ്മൾ പാലിക്കേണ്ട നടപടികൾ, പ്രത്യേകിച്ച് ചൂടിനെ ഈ ക്രൈസിസിനെ നമ്മൾ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒരു നീണ്ട പട്ടികകളുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പരിമിതികളുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലുള്ള പോലെ AC അതുപോലെ എല്ലാ റൂമുകളിലുള്ള ഫാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷെ ഉള്ള സൗകര്യങ്ങൾ വെച്ച് നമ്മൾ മാക്സിമം ഗവൺമെന്റ് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മുടെ പേഷ്യൻസിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചൂടിന്റെ കൂടുതൽ കൊണ്ട് ആർക്കും തന്നെ ഇതുവരെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ചൂടുണ്ട്. നമ്മൾ കൂടെ അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുകയും സാധാരണയായി കവിഞ്ഞ് അവരെ കൂടുതൽ നമ്മൾ വെള്ളം കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, അതിന് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവര് കുറെയൊക്കെ ചിലരിപ്പം സ്ഥിരാവശ്യത നിലയിൽ പോകുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചിലര് ഈ ചൂട് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഒന്നും ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അവർക്ക് നമ്മൾ ഇൻഫ്യൂസിയോണും കാര്യങ്ങളൊക്കെ ഡോക്ടറോട് ചോദിച്ചിട്ട് നിർദ്ദേശം അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം, ഈ ജോലി ടൈമിങ്ങിലോ അല്ലെങ്കിൽ അതുപോലെ സ്കൂൾ ടൈമിങ്ങിലോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയോ, അതേപോലെ ഏതെങ്കിലും നീക്കങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ?
ഇല്ല, അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ജോലി ടൈം നമ്മൾക്ക് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, മറ്റൊരു ചെറിയൊരു സംശയം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം സിസ്റ്റർ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് സഭയുടെ ഒരു ഭാഗത്തു നിന്നും ഒരു പ്രതിനിധിയായിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ സഭയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ സഭയുടെ ഭാഗത്തു നിന്നും എത്രത്തോളം അവിടെ അവിടുത്തെ ജനങ്ങൾക്ക് സഹായകമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുകൂടി ഒന്ന് സൂചിപ്പിക്കാമോ? സഭയുടെ ഭാഗത്തുനിന്ന് നമ്മൾ തീർച്ചയായിട്ടും പ്രൊവിൻഷ്യലൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ കോൺവെന്റിലാണെങ്കിലും ഇപ്പം സിസ്റ്റർ പറഞ്ഞിരുന്നു എല്ലാ റൂമുകളിലേക്കും ഫാനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. നമ്മൾ സിസ്റ്റേഴ്സിന് എല്ലാവർക്കും തന്നെ റൂമുകളിലേക്ക് ഫാനൊക്കെ വാങ്ങി ഇത് ചെയ്തിരുന്നു. അങ്ങനെയുള്ള അതല്ലാതെ വേറെ ഇല്ല, അങ്ങനത്തെ നടപടികളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. വളരെ നന്ദി സിസ്റ്റർ, ഞങ്ങളോട് ഇത്രയും സമയം സംസാരിച്ചതിന്.